ഇത് ഞാൻ എടുത്തുദ്ധരിച്ച് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ മൗലവിയെ എടുത്ത് പറഞ്ഞില്ല. എന്നാ ഞാൻ ഒന്നുകൂടി പറയട്ടെ, എന്നാൽ മൗലവി പച്ചക്കള്ളമാണ് കേട്ടോ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. മൗലവി എന്താ പറഞ്ഞത്? മൗലവി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. മൗലവി പറഞ്ഞത് ഈ സംഭവം നടന്നത് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ? ഇല്ല. അത് നബിയുടെ പേരിൽ പച്ചക്കള്ളം മൗലവി പറഞ്ഞതാണ്. നെല്ലിക്കുത്തിന്റെ വാക്കാണോ? നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനേക്കാൾ നിങ്ങൾക്ക് വലുത് അത് റസൂലായ കാലഘട്ടത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഞാനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് നട്ടല് പരിശോധിക്കാം. മൗലവി ആ ഹദീസിന്റെ വാചകം ഒന്ന് ഉദ്ധരിക്കൂ. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഞാൻ കാണാഞ്ഞിട്ടല്ല, അതിലങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അതുകൊണ്ട് അത് തെളിയൂല. എന്താ കാരണം? മൂപ്പര് റസൂല് ഖാല റസൂലുള്ളാഹി മൂസ എന്നൊരു സ്ഥലത്ത് കണ്ടപ്പോ, അതുപോലെ ഫഅദറകഹു റജുലുൻ ഫഖാല ഐ റസൂലുള്ളാഹി ഹൽ ഫിൽ അർളി അഹദുൻ അഅലമു മിൻക എന്ന് കണ്ടപ്പോ, വേറൊരു സ്ഥലത്ത് അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക വഅന്നൽ വഹയ യതീക യാ മൂസ എന്ന് ബുഖാരിയിൽ കണ്ടപ്പോ, അത് കണ്ടപ്പോ റസൂലുള്ളാഹി ഇവിടെ ഉണ്ടല്ലോ, നബിയാണ്, അത് അന്നൽ വഹയ യതീക എന്നുണ്ടല്ലോ, അന്ന തൗറാത ബിയദൈക എന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മൗലവി അവിടെ പെടുകയാണ് കേട്ടോ. അവിടെ മൗലവിയോട് ഒറ്റ കാര്യം ഞാൻ പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ, ഏകദേശം 35-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുണ്ടായൊരു സംഭവം. 3829-ാമത്തെ ഹദീസ് ബുഖാരിയിൽ എടുക്കുക, 364-ാമത്തെ ഹദീസും എടുക്കുക. 364-ാമത്തെ ഹദീസ് മൗലവി ശരിക്ക് കേട്ടുവെച്ചോ. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള സംഭവം. അതിൽ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ അതേ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് കാണാം. എവിടെയാ സംഭവം എന്നറിയോ? അതേ കഅബത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ നിർമ്മാണത്തിന് കല്ലെടുത്തു കൊണ്ടുപോവുകയാണ്. ആ കല്ല് എടുത്തുകൊണ്ടു പോകുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ തുണി അഴിക്കാതെ തുണി ഉടുത്തുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നു. അതേ സമയത്ത് മറ്റു പലരും തുണി അഴിച്ചിട്ട് തെരുവ വെക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നത്, ഓ മുഹമ്മദേ, നീയും തുണി അഴിച്ചിട്ട് തെരുവ വെച്ചോ. റസൂലുള്ളാഹി അതിന് തുനിയുന്നില്ല. ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ തുണി അഴിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ റസൂലുള്ളാഹി ബോധം കെട്ട് വീഴുന്നു. തുണി കൊണ്ട് മറച്ചപ്പോൾ ബോധം തെളിയുന്നു. ഈ സംഭവം പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഓർക്കണേ മുസ്തഅലിമീങ്ങളെ, മനസ്സിലാക്കണം. ഈ സംഭവം പറയുന്ന സ്ഥലത്തുള്ള ഹദീസ് ഒന്ന് നോക്ക്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ബുഖാരിയിൽ എന്താ ഉള്ളത്? സമീഅതു ജാബിർ ഇബ്നു അബ്ദില്ലാഹി യുഹദ്ദിസു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഖുലു മഅഹുൽ ഹിജാറ. അല്ലാഹുവിന്റെ റസൂൽ കല്ലെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. ഓ സഹോദരാ, ഇത് 40 വയസ്സായതിനു ശേഷമല്ല, 35 വയസ്സുള്ള കാലത്ത് നടന്ന സംഭവത്തിൽ അള്ളാഹുവിന്റെ റസൂല് എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടോ? അപ്പൊ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് സംഭവം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് എന്ന് പറഞ്ഞില്ലേ? അത് പിന്നീട് വന്ന ആ സ്ഥാനം വകവെച്ചുകൊണ്ട് പിന്നെ സംസാരിച്ചതാണ്. ഏതുപോലെ മൗലവിക്ക് ഹദീസും ഖുർആനും മനസ്സിലാവൂലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഒന്ന് പരിശോധിക്കുക. സാധാരണ ഉണ്ടാകുന്നത് പോലെ ആകുമ്പോൾ അയാളേലും വേണ്ട ഹുസൈൻ സലഫീന. ആ ഹുസൈൻ സലഫി എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോഴൊരു ഡേറ്റ് ഉണ്ടാവും. ഹുസൈൻ സലഫി ജനിച്ചത് ഇത്രാമത്തെ കൊല്ലത്തിൽ. അപ്പൊ ജനിക്കുമ്പോ ഇയാൾ സലഫിയായിരുന്നോ? ജനിക്കുമ്പോൾ ഇയാൾ സലഫിയായിരുന്നോ? ഹുസൈൻ സലഫിയുടെ ജന്മദിനം, അപ്പൊ അയാൾ സലഫിയായിരുന്നോ? അല്ല. പക്ഷേ പാസ്പോർട്ടിൽ ഉണ്ടാകുക ഹുസൈൻ സലഫി ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത്. അത് പിന്നെ സലഫി ആയതുകൊണ്ട്
ജന്മദിനം പറയുന്നിടത്തും അങ്ങനെ തന്നെ പറയാ. ഇതുപോലെ പിന്നെ റസൂലായത് കൊണ്ട് റസൂലാകുന്നതിന് മുമ്പുള്ള സംഭവം പറയുന്ന സ്ഥലത്തും റസൂലുള്ളാഹി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. സംഗതി 35-ാമത്തെ വയസ്സിലാണ്. ഇതുപോലെ ഹദീസിൽ ധാരാളം കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി എന്നൊരു സ്ഥലത്ത് കണ്ടതുകൊണ്ട് അന്ന് റസൂലാണ് എന്നതിനധിക തെളിവല്ല, ഖത്ഈയായ ദലീലല്ല. ഇനി ഒന്നുകൂടി കേട്ടോ മൗലവിമാരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതുകൊണ്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു പറയാം. മോനെ എടുക്കൂ, സൂറത്ത് മറിയം. അതേ സൂറത്ത് മറിയം എടുത്തൊന്ന് നോക്കൂ മൗലവിമാരെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് കണ്ടോ നിങ്ങള്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എന്താ പറയുന്നത്? കണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവി പ്രസവിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ മറിയമേ ഈ കാണുന്നത്? ഭർത്താവില്ലാതെ കുട്ടി. ഫഅശാറത് ഇലൈഹി, മറിയം ബീവി ചൂണ്ടുകയാണ് കുട്ടിയിലേക്ക്. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, ഈ ചെറിയ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? ആ കുട്ടിയോട് ചോദിക്കുന്ന മറിയം ബീവി പറയുന്നത്. അപ്പ ചെറിയ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുഞ്ഞ് അതാ പറയുന്നത്, ഖുർആൻ പറയുന്ന ഖാല, ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, എനിക്ക് കിതാബ് നൽകിയിരിക്കുന്നു അല്ലാഹ്. വജഅലനി നബിയ്യാ, എന്നെ അല്ലാഹ് നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ, എന്നെ ബറക്കത്തുള്ള ആളാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, നിസ്കരിക്കാനും സക്കാത്ത് നൽകാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്താണ്? പ്രസവിക്കപ്പെട്ട ഉടനെ അതാ ആ കുട്ടി പറയുന്നു, ഞാൻ നബിയാണ്, എനിക്ക് കിതാബ് അല്ലാഹ് തന്നിരിക്കുന്നു. ചോദിക്കട്ടെ, അപ്പം കിതാബ് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നബി ആയിട്ടുണ്ടോ? അല്ലാഹ് പറയുന്നു അതാനിയൽ കിതാബ, അതേ വജഅലനി നബിയ്യാ, നന്ദി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പണ്ഡിതന്മാര് രണ്ട് കക്ഷികളായി. ചില ഇമാമിയങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ നബി ആയിട്ടുണ്ട്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അപ്പോൾ നബി ആയിട്ടില്ല. പിന്നെ നബിയാകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതാണ്, എന്നെ നബിയാക്കിയിട്ടുണ്ട്, എനിക്ക് കിതാബ് തന്നിട്ടുണ്ട് എന്നത് പിന്നെ വരുന്ന സംഗതി നടന്നതുപോലെ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ജലാലൈനിയുടെയും തഫ്സീർ. അപ്പൊ നിങ്ങൾ കണ്ടോ, പിന്നെ വരുന്ന കാര്യം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ നബിയായി റസൂലായി എന്ന നിലക്ക് സംസാരിക്കൽ അമ്പിയാക്കളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ ഇമാമിങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ നബുവത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന തർക്കം വരും. അങ്ങനെ ഒരു തർക്കം വന്നാൽ അതിന്റെ പേരിൽ ഇബ്നു അബ്ബാസ് ഖുർആനിനെതിരെ പറഞ്ഞുവെന്ന് പറയാൻ പറ്റുമോ മൗലവി? വ്യക്തമായിട്ടുള്ളതല്ലേ. അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് ജഅലനി നബിയ്യാ, എന്നെ നബിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് നബുവത്ത് നിഷേധിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ മൗലവി? ചങ്കൂറ്റമുണ്ടോ? നട്ടലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയൂ മൗലവി. ഇബ്നു അബ്ബാസ് പറഞ്ഞത് അതേ, അതിനുബുവത്ത് നിഷേധമാണ്. ഇബ്നു അബ്ബാസ് പിഴച്ചുവെന്ന് പറയൂ മൗലവി. കിതാബ് എന്താണെന്ന് പഠിക്കാതെ, ആയത്തിനർത്ഥം പറയൽ എങ്ങനെയാണെന്ന് പഠിക്കാതെ, ഹദീസിന് എന്തൊക്കെ വ്യാഖ്യാനം വരാമെന്ന് പഠിക്കാതെ പറഞ്ഞു കുടുങ്ങണ്ട കേട്ടോ.